കാനം രാജേന്ദ്രന്റെ കുടുംബത്തോട് അനാദരവെന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പറ്റിയത് പിഴവ് തന്നെയെന്ന് അംഗീകരിക്കുന്നു. കാനത്തിന്റെ മകനെ ഉടൻ തന്നെ വിളിച്ചിരുന്നു. വീട്ടിൽ ചെന്ന് കാനം രാജേന്ദ്രന്റെ ഭാര്യയെ നേരിൽ കാണുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് വിജയം ഉറപ്പെന്നും അൻവർ എഫക്ട് എന്നത് പൊട്ടിപ്പോയ സോപ്പ് കുമിളയാണെന്നും ബിനോയ് വിശ്വം മൂന്നാറിൽ വ്യക്തമാക്കി. അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. ആ കുടുംബം ഞങ്ങളുടെ കുടുംബമാണ്. കാനം ഇന്നും നാളെയും എന്നും ഞങ്ങളുടെ നേതാവാണ്. ഒരു പിഴവ് പറ്റി ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, അത് പിഴവ് തന്നെയാണ്. പിഴവ് പറ്റിയാൽ അംഗീകരിക്കാൻ ഒരു മടിയും പാർട്ടിക്കില്ല. കാനത്തിൻ്റെ മകനെ വിളിച്ച് അപ്പം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എത്രയും വേഗം ആ വീട്ടിൽ പോയി ചേച്ചിയെ കാണുന്നുമുണ്ട്. അതൊന്നും വലിയ കാര്യമല്ല. മാധ്യമങ്ങൾക്ക് വാർത്താക്ഷാമം ഉണ്ടെങ്കിൽ അതിങ്ങനെ വെക്കാൻ നോക്കണ്ട. ഏത് ഘട്ടത്തിലാണ് അത്തരം ഒരു വീഴ്ച രാഷ്ട്രീയം ചോദിക്കാനുണ്ടോ? സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം പറയാനുണ്ടോ? രാഷ്ട്രീയം പറയാനുണ്ടോ? ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും LDFന് എത്രത്തോളം ഒരു പ്രതീക്ഷ അവിടെ വെച്ചെടുക്കാൻ കഴിയും? കാരണം CPIക്ക് തന്നെ വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലം കൂടിയാണ്. സ്വാഭാവികമായിട്ടും നിലമ്പൂരിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, LDF വിജയിക്കും, ഒന്നാം തരമായിട്ട് വിജയിക്കും. അതിൽ CPIക്ക് മാത്രമല്ല, CPIക്കും CPMനും LDFിലെ ഓരോ പാർട്ടിക്കും ഒരു വലിയ പങ്കുണ്ട്. ആ പങ്ക് പൂർണ്ണമായും നിറവേറ്റും. നിലനിൽക്കുന്ന ഒരു മണ്ഡലം അതൊരു പൊട്ടിപ്പോയ സോപ്പ് കുമളയാണ്.